ഹായ് ഹലോ, ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പി ആയിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. വെയിറ്റ് ലോസ് ഒക്കെ ചെയ്യുന്നവർക്ക് നല്ല ഹെൽത്തി ആയിട്ട് മോർണിംഗിൽ കഴിക്കാൻ പറ്റുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. ഇതിനെ നമുക്ക് ഓവർനൈറ്റ് ഓട്സ് എന്നൊക്കെ പേരിട്ട് വിളിക്കാം. തലേ ദിവസം രാത്രിയാണ് നമ്മളിത് പ്രിപ്പയർ ചെയ്ത് വെക്കേണ്ടത്. പിറ്റേ ദിവസം രാവിലെ എടുത്തിട്ട് കുറച്ച് കാര്യങ്ങൾ ആഡ് ചെയ്തിട്ട് ജസ്റ്റ് കഴിക്കുക, അത്രയേ ഉള്ളൂ. നന്നായിട്ട് വയറ് ഫില്ലാവുന്ന ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് കേട്ടോ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കാൻ നമുക്ക് നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാത്രത്തിലേക്ക് 2 സ്പൂണ് ഓട്സ് എടുക്കുക. അതിലേക്ക് ഒരു ഗ്ലാസ് ട്യൂൺ ചെയ്തിട്ടുള്ള മിൽക്ക്. ഞാനിവിടെ ഗുഡ് ലൈഫിൻ്റെ മിൽക്കാണ്, അത് ഒരു കപ്പ് ഒഴിക്കാം. അതിൻ്റെ കൂടെ ഒരു സ്പൂണ് യോഗേർട്ട്, പിന്നെ ആവശ്യത്തിന് അണ്ടിപ്പരിപ്പ്, ബദാം, ഡേറ്റ്സ്, ഇതൊക്കെ ചെറുതാക്കി നല്ല കുനുകുന അരിഞ്ഞിട്ട് ഈ പാലിലേക്ക് ഇടുക. ഇതിൽ മിക്സ് ചെയ്യുമ്പം നമ്മൾ ചിയാ സീഡും ഫ്ലാക്സ് സീഡും കൂടി നമ്മൾ ഈ പാലിലേക്ക് ആഡ് ചെയ്യണം. നേരത്തെ കാണിച്ച ബദാമും നട്ട്സും ഡേറ്റ്സൊക്കെ ഞാൻ ചെറുതാക്കി കട്ട് ചെയ്തിട്ടാണ് ഇതിലേക്ക് ആഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് കഴിക്കുമ്പം നല്ല ഒരു രുചി ഉണ്ടാകും. ഇത് നമ്മൾ അടച്ചു വെച്ചിട്ട് തലേ ദിവസം രാത്രി ചെയ്തതാണ്, അത് അടച്ചു വെച്ച് നന്നായി ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പിറ്റേന്ന് രാവിലെ തന്നെ നമ്മൾ ഫ്രിഡ്ജിൽ നിന്ന് എടുക്കാം. ഈ പാലിലെല്ലാം നന്നായിട്ട് സോക്കായിട്ട് വന്നിട്ടുണ്ട്. അത് നന്നായി മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിൽ കുറച്ച് കാര്യങ്ങൾ കൂടി നമുക്ക് ആഡ് ചെയ്യണം. ഇത് കുറച്ച് പൊമഗ്രാനൈറ്റ് ആണ്, അത് ഞാൻ ഒരു 2 സ്പൂണോളം ഇതിലേക്ക് ആഡ് ചെയ്യുന്നുണ്ട്. ഇതിൽ നമ്മൾ ഷുഗർ ആഡ് ചെയ്യുന്നില്ല കേട്ടോ. അപ്പം ഇതേപോലെയുള്ള ഫ്രൂട്ട്സുകൾ, നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫ്രൂട്ട്സുകൾ നോക്കിയിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിനോടൊപ്പം ഞാനൊരു ആപ്പിളും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. ആപ്പിൾ നന്നായി കട്ട് ചെയ്തിട്ട് നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ. അതുപോലെ 2 സ്ട്രോബെറി എടുത്തിട്ട് ഞാൻ ചെറുതാക്കി കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് നന്നായിട്ട് മിക്സ് ചെയ്യുക. നമ്മളിതിൽ എക്സ്ട്രാ ഷുഗറൊന്നും ആഡ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ഈ ഫ്രൂട്ട്സിൻ്റെയും ഡേറ്റ്സിൻ്റെയും ചെറിയ മധുരമാണ് ഇതിനുണ്ടാവുക. അതുകൊണ്ട് തന്നെ നന്നായി നല്ല ഹെൽത്തിയാണ്. ഷുഗറൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് യാതൊരുവിധ ഹെൽത്ത് ഇഷ്യൂസും ഉണ്ടാവില്ല. നമുക്ക് ഡയറ്റൊക്കെ ചെയ്യുന്നവർക്ക് നല്ല ആപ്റ്റായിട്ടുള്ളൊരു ഓപ്ഷൻ തന്നെയാണ്. അത് ഞാൻ വിചാരിച്ച് കഴിക്കുമ്പം ഇതെങ്ങനെയാണ് കഴിക്കുക, അതെല്ലാം കൂടി രുചി ഉണ്ടാവുമെന്നൊക്കെ. പക്ഷെ കഴിച്ച് കഴിഞ്ഞപ്പം നല്ല നമുക്ക് കഴിക്കാൻ പാകത്തിനുള്ള ഒരു സ്വാദുണ്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്.